കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽ ബോസിലേക്ക്. അനിൽ ബോസ്, ഇന്നത്തെ ഈ പണിമുടക്ക് അത് ജീവനക്കാരും അധ്യാപകരും പൊതുസമൂഹവും ഏറ്റെടുക്കാതെ പൊളിഞ്ഞുപോയ ഒന്നല്ലേ? അതിന് ഏറ്റവും കാതലായി നമ്മൾ പരിശോധിക്കേണ്ടത് ഇന്നത്തെ ഹാജർ നിലയാണ്. ആ ഹാജർ നില വ്യക്തമാക്കുന്നത് അതുതന്നെയാണ്. ശ്രീ അനിൽ ബോസ്. ഞാൻ വലിയ സന്തോഷത്തോടു കൂടിയാണ് കൈരളിയുടെ ടൈറ്റിൽ കേട്ടുകൊണ്ടിരുന്നത്, പൊളിഞ്ഞ പണിമുടക്ക്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ കയ്യിൽ എന്തായാലും സർക്കാർ രേഖകൾ ഹാജർ പരിശോധിക്കാനായിട്ട് അതൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ. എന്തായാലും ശരത്ത് ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇന്ന് പണിമുടക്ക് ആഹ്വാനം ചെയ്തത് കോൺഗ്രസ് അനുകൂല സംഘടനകളാണ്. സെറ്റോ, NGO അസോസിയേഷനും സെക്രട്ടേറിയറ്റ് സ്റ്റാഫും PSC സ്റ്റാഫും അധ്യാപകരും അങ്ങനെ എല്ലാ വിഭാഗം ജീവനക്കാരും പണിമുടക്കിന് ഇറങ്ങി. പണിമുടക്ക് 100% വിജയിച്ചു എന്ന് സർക്കാരിന് നല്ല ബോധ്യമുണ്ട്. ഒറ്റ കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ, ഭരിക്കുന്ന സർക്കാരിനെ അനുകൂലിക്കുന്ന ജോയിൻറ്റ് കൗൺസിൽ ഇന്ന് പണിമുടക്കിയിട്ടുണ്ടോ ഇല്ലയോ? ഈ സർക്കാരിനെ അനുകൂലിക്കുന്ന ജോയിൻറ്റ് കൗൺസിൽ ഇന്ന് ഞങ്ങളുടെ സംഘടനകൾ നടത്തിയ പണിമുടക്കിനൊപ്പം ചേർന്ന് പണിമുടക്ക് നടത്തിയിട്ടുണ്ട്. താങ്കൾ നിഷേധിക്കുന്നുണ്ടോ? എന്തിനാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്ന ജോയിൻറ്റ് കൗൺസിൽ ഇന്ന് പണിമുടക്കിയത്? കേരളത്തിലെ ഞാനൊരു 5-6 ഓഫീസുകൾ ഉദാഹരണ സഹിതം എടുത്തു തരാം. കോട്ടയത്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ അനിൽകുമാർ CPMൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം വിളിച്ചൊന്ന് അന്വേഷിക്കട്ടെ. കോട്ടയം താലൂക്ക് ഓഫീസിൽ, കോട്ടയം കളക്ടറേറ്റിൽ NGO യൂണിയൻ ജീവനക്കാർ, നിങ്ങളുടെ അനുയായികൾ, ഇടതുപക്ഷ ഉദ്യോഗസ്ഥ സംഘടനയുടെ അനുയായികൾ ഇന്ന് പണിമുടക്കിൽ പങ്കെടുത്തിട്ടുണ്ട്. തർക്കമുണ്ടെങ്കിൽ ഞാനും അനിലും കൂടി നാളെ നമുക്ക് ആ ഓഫീസിൽ സിറ്റിംഗ് നടത്താം. ഞാൻ റെഡിയാണ്. NGO യൂണിയൻ്റെ നേതൃത്വത്തിൻ്റെ തിട്ടൂരമനുസരിച്ച് പ്രവർത്തിച്ച് വന്നിരുന്ന യൂണിയൻ അംഗങ്ങൾ ഇന്ന് പണിമുടക്കിയിട്ടുണ്ട്. തെളിവ് സഹിതം ഞാൻ പറയാം, തെളിവ് സഹിതം. അപ്പോൾ വളരെ കൃത്യമായ ബോധ്യത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, സർക്കാർ എല്ലാ പ്രലോഭനങ്ങളും നടത്തി, ഭീഷണിപ്പെടുത്തി, പോലീസിനെ ഉപയോഗിച്ച് ഇന്ന് തന്നെ പലയിടങ്ങളിലും സമരക്കാർക്കെതിരെ ഉള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള NGO യൂണിയൻ്റെ പല ആളുകളുമുണ്ട്. ഞങ്ങൾക്കറിയാം. ഈ സമരം പൊളിക്കാൻ നടത്തിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾക്കറിയാം, ഭീഷണികൾ ഞങ്ങൾക്കറിയാം. പക്ഷേ ഒന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, രാഷ്ട്രീയ താല്പര്യമാണ് ഞങ്ങളുടെ സമരമെന്ന് ചൂണ്ടിക്കാണിച്ച് സമരം പൊളിഞ്ഞു എന്ന് വരുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഈ സമരം വിജയിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് NGO യൂണിയൻ അംഗങ്ങൾ പണിമുടക്കിൻ്റെ ഭാഗമായവരുണ്ട്. അതോടൊപ്പം ഈ സർക്കാരിനെ അനുകൂലിക്കുന്ന നിങ്ങളുടെ മുന്നണിയിലെ കക്ഷിയായിട്ടുള്ള CPIയുടെ ഉദ്യോഗസ്ഥ സംഘടനയായിട്ടുള്ള ജോയിൻറ്റ് കൗൺസിൽ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ശരി.